ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നല്ലൊരു നമസ്കാരം. പിന്നെ ഞാനിന്ന് നമുക്കിപ്പം മണ്ഡലകാലമായതുകൊണ്ട് തന്നെ ഭജനയുണ്ടല്ലോ. ഇപ്പം എല്ലാ SNDP മന്ദിരങ്ങളിലും ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു SNDP ഉണ്ട്. അപ്പം അവിടെ ഡെയിലി ഭജന നടക്കുന്നുണ്ട്. ആ ഭജനയിൽ ഞാൻ പോയി പങ്കെടുക്കാറുണ്ട്. കാരണം എൻ്റെ വീടിൻ്റെ തൊട്ട് സമീപത്താണ്. അതുകൊണ്ട് ഞാൻ അതിൽ പോയി ഭജനയിൽ പങ്കെടുക്കാറുണ്ട്. പാട്ടുകളെല്ലാം പാടാറുണ്ട്. എനിക്ക് വളരെ ഇഷ്ടമാണ്. കാരണം നമ്മൾ വെറുതെ സീരിയൽ കാണണ്ട എന്നല്ല പറയുന്നത്. സീരിയൽ കണ്ടിരിക്കുന്ന സമയത്ത് ഈ മണ്ഡലകാലത്ത് അയ്യപ്പസ്വാമിയെക്കുറിച്ചും ദേവിയെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ വൈക്കത്തപ്പൻ്റെ പാട്ടുകൾ, അതുപോലെ മുരുകൻ്റെ പാട്ടുകൾ, അതുപോലെ രാമൻ്റെ പാട്ടുകൾ, അതുപോലെ മറ്റ് എല്ലാ ദേവീദേവന്മാരും, കൃഷ്ണൻ, അങ്ങനെ എന്ന് വേണ്ട എല്ലാ ദേവീദേവന്മാരുടെ പാട്ടുകളെല്ലാം പാടി നല്ല തബലയും അതുപോലെ തന്നെ നല്ല ലൈറ്റ് ആൻഡ് സൗണ്ടും എല്ലാം തന്ന് നമുക്ക് പാട്ട് പാടാനായിട്ട് അവസരം തരുന്നുണ്ട്. അപ്പോൾ ആ അവസരങ്ങൾ നമ്മൾ ശരിക്കും വിനിയോഗിക്കണം. കാരണം എത്രയോ സമയമാണ് നമ്മൾ മൊബൈലിലെല്ലാം ഇരുന്ന് സമയം കളയുന്നു. അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ടി വിയുടെ മുന്നിലിരുന്ന്. അപ്പോൾ നമ്മൾ ഒരു കാരണവശാലും നമ്മൾക്ക് കിട്ടുന്ന ആ ഒരു ഭക്തി സമയം, അതിഭക്തി സാന്ദ്രമായ ആ സമൂഹ പരിപാടിയിൽ അല്ലെങ്കിൽ ആ ഭജൻസിൽ പങ്കെടുക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ മനസ്സ് തന്നെ വളരെ സന്തോഷകരമാകും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇന്ന് ഒരു ഗണപതി സ്തുതിയാണ് നിങ്ങൾക്ക് വേണ്ടി പാടാനായിട്ട് പോകുന്നത്. എനിക്ക് പാട്ട് പാടുന്നത് വളരെ ഇഷ്ടമാണ്. അത്ര വലിയ ശ്രുതിയും താളമൊന്നും ഇല്ലെങ്കിലും എനിക്ക് പാട്ട് ജീവനാണ്. നിങ്ങളെല്ലാവരും എൻ്റെ ഈ പാട്ട് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കായിട്ട് ഞാൻ ഈ പാട്ടൊന്ന് പാടുകയാണ്. പിന്നെ ഇത്രയും നാളും എൻ്റെ യൂട്യൂബ് നിങ്ങൾ വളരെയധികം സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സഹായിച്ചു. അതിൽ വളരെയേറെ സന്തോഷമാണ്. ഇനി നിങ്ങളിത് കൂടുതൽ സമയം കാണണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ കൂടുതൽ ദൈർഘ്യം, അതായത് 4000 അവേഴ്സും കൂടെ നമുക്ക് കവർ ചെയ്യണമല്ലോ. അതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ കൂടുതൽ സമയം ഇതിലേക്ക് ചിലവഴിക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഭജനയിൽ പാടിയ ഒരു പാട്ട് നിങ്ങൾക്കായിട്ട് ഞാൻ സമർപ്പിക്കാം. വിഘ്നേശ്വര ജന്മ നാളികേരം നിന്റെ തൃക്കാൽക്കലുടയ്ക്കുവാൻ വന്നു. തുമ്പിയും കൊമ്പും കൊണ്ടടിയൻ്റെ മാർഗം തമ്പുരാനെ തടയല്ലേ. ഏകദന്ത കാക്കണമേ നിയതം. വിഘ്നേശ്വര ജന്മ നാളികേരം നിന്റെ തൃക്കാൽക്കലുടയ്ക്കുവാൻ വന്നു. അരവണപ്പായസം ഉണ്ണുമ്പോൾ അതിൽ നിന്നൊരു വറ്റു നീ തരണേ. അരവണപ്പായസം ഉണ്ണുമ്പോൾ അതിൽ നിന്നൊരു വറ്റു നീ തരണേ. വർണ്ണങ്ങൾ തേടും നാവിൻ തുമ്പിനു പുണ്യാക്ഷരം തരണേ. ഗണേശ്വര ഗംഗണപതയേ നമോ നമഃ. വിഘ്നേശ്വര ജന്മ നാളികേരം നിന്റെ തൃക്കാൽക്കലുടയ്ക്കുവാൻ വന്നു. തുമ്പിയും കൊമ്പും കൊണ്ടടിയൻ്റെ മാർഗം തമ്പുരാനെ തടയല്ലേ നിയതം. തമ്പുരാനെ തടയല്ലേ. ഇരുളിൻ മുളങ്കാടു ചിന്തുമ്പോൾ അരിമുത്തുമണി എനിക്കു നീ തരണേ. കൂടില്ലാത്തൊരി നിസ്വനമായി കൂടായി തീരണമേ. ഗണേശ്വര ഗംഗണപതയേ നമോ നമഃ.
വിഘ്നേശ്വര ജന്മ നാളികേരം നിന്റെ തൃക്കാൽക്കലുടയ്ക്കുവാൻ വന്നു. തുമ്പിയും കൊമ്പും കൊണ്ടടിയൻ്റെ മാർഗം തമ്പുരാനെ തടയല്ലേ. ഏകദന്ത കാക്കണമേ നിയതം. അപ്പോൾ ഇതൊരു ഗണപതി സ്തുതിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോ ദിവസവും ഭജനയ്ക്ക് പോയിട്ട് വരുമ്പോഴും ഞാൻ നിങ്ങൾക്കായിട്ട് എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പാട്ട് നിങ്ങൾക്കായിട്ട് സമർപ്പിക്കാം. അപ്പോൾ എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ കാണണം. അറിവിൻ്റെ കൂടാരമാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തതുപോലെ തന്നെ ഒരുപാട് സമയം ഇരുന്ന് കാണുകയും കൂടി ചെയ്യണം. കമൻറ്റ് ഇടണം. ചീത്തയാണെങ്കിൽ ചീത്തയാണെന്ന് തന്നെ പറയണം. അതാണ് എനിക്കിഷ്ടം. അപ്പോഴാണല്ലോ നന്നാക്കാൻ പറ്റുക. എന്തായാലും എല്ലാവർക്കും സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അപ്പം അഷ്ടമി ആശംസകൾ പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ നിർത്തുന്നു. ഓക്കെ, ബൈ.